US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ ഉടൻ തീരുമാനമായില്ലെങ്കിൽ ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആഗോള വ്യാപാര രംഗത്ത് വലിയ ചർച്ചകൾ വഴിവെച്ചിരിക്കുകയാണ്. 25% വരെ താരിഫ് ചുമത്തുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വ്യാപാര കരാറുകളിൽ ഏർപ്പെടാനുള്ള അവസാന തീയതിയായ ഓഗസ്റ്റ് 1 അടുത്തിടെ കരാർ ഉണ്ടാക്കുന്നതിൽ ട്രംപ് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിന്റെ അധികാരത്തിലേക്കുള്ള വരവ് തന്നെ അമേരിക്ക ഫെസ്റ്റ് എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ നയത്തിന്റെ കാതൽ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുക എന്നത് ഇതിന്റെ ഭാഗമായി അദ്ദേഹം ലോകരാജ്യങ്ങൾക്കെതിരെ പലപ്പോഴായി താരിഫ് ഭീഷണികൾ മുഴക്കുകയും നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ചൈനയുമായിട്ടുള്ള വ്യാപാര യുദ്ധം ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്ത്യയുടെ കാര്യത്തിലും സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ ഉയർന്ന താരിഫ് ചുമത്തുന്നതിലൂടെ അമേരിക്കൻ കമ്പനികൾക്ക് കനത്ത നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നും ഇത് വ്യാപാര അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമാകുമെന്നുമാണ് ട്രംപിന്റെ പ്രധാന വാദം. പടിഞ്ഞാറൻ സ്കോട്ട്ലൻഡിൽ തന്റെ ഗൾഫ് കോഴ്സിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് ഈ വിഷയത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. ഇന്ത്യയുമായി ചർച്ചകൾ മുറയ്ക്ക് നടക്കുന്നുണ്ടെന്നും എന്നാൽ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ അമേരിക്കയുടെ ഉറ്റ സുഹൃത്താണ്, എന്നാൽ മറ്റ് രാജ്യങ്ങളെക്കാൾ ഇന്ത്യയാണ് ഏറ്റവും ഉയർന്ന താരിഫ് ചുമത്തിയിട്ടുള്ളത് ട്രംപ് പറഞ്ഞു. ഈ വാക്കുകളിൽ നിന്നും തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ താരിഫ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നു എന്ന ഒരു ട്രംപിന്റെ കാഴ്ചപ്പാട്. ഇന്ത്യ ഒരു വികസ്വര രാജ്യമായതുകൊണ്ട് തന്നെ തങ്ങളുടെ ആഭ്യന്തര വ്യവസായങ്ങളും കർഷകരെയും സംരക്ഷിക്കുന്നതായി ഇറക്കുമതി ചെയ്യുന്ന പല ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന താരിഫ് ചുമത്താറുണ്ട്. ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള നടപടിയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ, വാഹനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകളിൽ ഇന്ത്യ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഹാർലി ഡേവിഡ്സൺ മോട്ടോർ സൈക്കിളുകൾ ഇന്ത്യ ചുമത്തുന്ന ഉയർന്ന താരിഫ് ട്രംപ് പലതവണ വിമർശിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കൻ കമ്പനികളുടെ ലക്ഷ്യമായതെയും ഇന്ത്യൻ വിപണിയിലേക്കുള്ള പ്രവേശനത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും അവരുടെ വാദം. ട്രംപ് ഭരണകൂടം വ്യാപാര കമ്മികൾ കുറയ്ക്കുന്നതും അമേരിക്കൻ കമ്പനികൾക്ക് ലോകമെമ്പാടുമുള്ള വിപണികളിൽ തുല്യത ഉറപ്പാക്കുന്നതിനും ഊന്നൽ നൽകുന്നു. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ അമേരിക്കയ്ക്ക് കാര്യമായ വ്യാപാര കമ്മിയുണ്ട്. ഈ കമ്മി കുറയ്ക്കുന്നതിന് ഇന്ത്യയുടെ താരിഫ് കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അമേരിക്ക വിശ്വസിക്കുന്നു. ഇതിനിടെ തന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ചുവെന്ന് വാദം ട്രംപ് വീണ്ടും ആവർത്തിച്ചു. ഈ വാദത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ പാക് ബന്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ എന്ന നിലയിൽ കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു. പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷത്തിൽ ട്രംപിന്റെ മധ്യസ്ഥത സഹായകരമായെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതായി കാണാം. ഇന്ത്യ ഈ വിഷയത്തിൽ ട്രംപിന്റെ വാദങ്ങൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ നിലപാട് കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉഭയകക്ഷി വിഷയമാണെന്നും മൂന്നാമത്തൊരാൾ കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല എന്നുമാണ്. ഈ വാദം ഒരുപക്ഷെ വ്യാപാര ചർച്ചകൾ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്തുമെന്നുള്ള ഒരു തന്ത്ര വ്യാഖ്യാനമാകാം. നിലവിലെ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അമേരിക്കയുമായി സജീവ ചർച്ചകൾ നടത്തി വരികയാണ്. ഏത് നിമിഷവും ട്രംപിന്റെ ഉയർന്ന താരിഫുകൾ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കുന്നു. അപ്രതീക്ഷിതമായി ഉയർന്ന താരിഫുകൾ ചുമത്തുന്നത് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയെ കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലെത്താൻ ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഓഗസ്റ്റ് പകുതിയോടെ US സംഘം ഇന്ത്യയിൽ എത്തുന്നുണ്ട്. അപ്പോൾ കരാറിലൊരു ധാരണയിലെത്താമെന്നാണ് ഇരുഭാഗത്തിന്റെയും കണക്കുകൂട്ടൽ. ഈ സന്ദർശനം വളരെ നിർണായകമാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ തുറന്ന ചർച്ചകൾ നടക്കുകയും പരസ്പര ധാരണയുടെ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ത്യയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ, അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, ഡേറ്റ ലൊക്കേഷൻ, ഇ-കൊമേഴ്സ് നയങ്ങൾ, ബൗദ്ധിക സ്വത്തവകാശം തുടങ്ങിയ നിരവധി വിഷയങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ വിഷയത്തിൽ ഒരു പൊതുധാരണയിലെത്താൻ സമയമെടുക്കുന്നുണ്ട്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു കരാറാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അതേസമയം അമേരിക്കൻ കമ്പനികൾക്ക് കൂടുതൽ വിപണി പ്രവേശനം നൽകാനും വ്യാപാര തടസ്സങ്ങൾ കുറയ്ക്കാനും ഇന്ത്യ സമ്മർദ്ദത്തിലാണ്. ഈ സങ്കീർണമായ വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു കരാർ രൂപീകരിക്കുക എന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ്. നിലവിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ 5 തവണയോളം ചർച്ചകൾ നടന്നു കഴിഞ്ഞു. ഇരുഭാഗങ്ങൾക്കും സ്വീകാര്യമായ ഒരു കരാർ ഉണ്ടാക്കേണ്ടതാണ് അന്തിമ തീരുമാനം വൈകാൻ കാരണമെന്നാണ് വിവരം.
ഇന്ത്യക്ക് പുറമെ മറ്റു ലോകരാജ്യങ്ങൾക്കുമെതിരെ മുന്നറിയിപ്പുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 10% നികുതിക്ക് പകരം 15 തൊട്ട് 20% നികുതി നൽകി വരുമെന്നും ട്രംപ് പറഞ്ഞിരിക്കുന്നു. എല്ലാവരുമായി രമ്യതയിൽ പോകാനാണ് തനിക്കിഷ്ടമെന്നും അമേരിക്കയുമായി ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കുള്ള നികുതിയാണെന്നും ട്രംപ് പറഞ്ഞു. ട്രംപിന്റെ ഈ നയങ്ങൾ ആഗോള വ്യാപാര ബന്ധങ്ങളിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങളുടെയും അദ്ദേഹം പലപ്പോഴും ചോദ്യം ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ, ചൈന, മൊറോക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുമായി ട്രംപ് താരിഫ് വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കുകയും അമേരിക്കയിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുക എന്നതുമാണ്. എന്നാൽ ഇത് ആഗോള വ്യാപാരത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും പല രാജ്യങ്ങൾക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. സംരക്ഷണവാദപരമായ നയങ്ങൾ ആഗോള സാമ്പത്തിക വളർച്ചയെ മന്ദഗതിയിലാക്കുമെന്ന ആശങ്കകളും നിലവിലുണ്ട്. ഓഗസ്റ്റ് പകുതിയോടെ UN സംഘടന ഇന്ത്യയിലെത്തുമ്പോൾ വ്യാപാര കരാറിൽ ഒരു ധാരണയിലെത്താൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ പ്രധാന ചോദ്യം. ഇരു രാജ്യങ്ങൾക്കും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ സമീപിക്കാൻ സാധിച്ചാൽ മാത്രമേ ഒരു കരാർ സാധ്യമാകൂ. ഇന്ത്യയുടെ ആഭ്യന്തര വ്യവസായങ്ങളെയും കർഷകരെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ ചില ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറാകുമോ എന്നത് പ്രധാനമാണ്. അതുപോലെ ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ വികസന ആവശ്യകതകൾ മനസ്സിലാക്കി കൂടുതൽ വഴക്കമുള്ള നിലപാടുകൾ സ്വീകരിക്കുമോ എന്നും കണ്ടറിയണം. ഈ വിഷയത്തിൽ കരാറിലെത്താൻ സാധിച്ചില്ലെങ്കിൽ അമേരിക്കയുടെ ഉയർന്ന താരിഫുകൾ ഇന്ത്യൻ കയറ്റുമതിയെ സാരമായി ബാധിക്കും. ഇത് ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒരു തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു കരാറിലെത്താൻ സാധിച്ചാൽ ഇത് ഇരു രാജ്യങ്ങൾക്കും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ നൽകും. ഉഭയകക്ഷി വ്യാപാരം വർദ്ധിക്കാനും പുതിയ നിക്ഷേപങ്ങൾക്ക് വഴിയൊരുക്കാനും ഇത് സഹായിക്കും. ഈ ചർച്ചകൾ ഒരു സാമ്പത്തിക വിഷയത്തിനപ്പുറം ഇന്ത്യ-US തന്ത്രപരമായ ബന്ധത്തിന്റെയും ഒരു പ്രധാന ഭാഗമാണ്. ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ നേരിടുന്നതിന് ഇരു രാജ്യങ്ങൾക്കും പരസ്പര സഹകരണത്തിന്റെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാര തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ദീർഘകാല താല്പര്യങ്ങൾക്ക് അത്യാവശ്യമാണ്.